ഞാൻ ചിലപ്പോ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ചില കണക്കുകൾ പറയാതെ ഞാൻ ഈ കണക്കോടെ നിന്ന് കിട്ടി, അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ കണക്ക് ശരിയാണെന്നാണ്. അത് ആരും ഫീഡ് ചെയ്താണ്, ഫേക്ക് സാധനം ഫീഡ് ചെയ്താണ്. പണ്ടൊരു സംവിധായകൻ പറഞ്ഞു, പണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റിൽ പോകുമ്പോൾ, ട്രെയിനിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം മുഴുവൻ അശ്ലീലം എഴുതി വെച്ചേക്കാം ടോയ്ലറ്റിലൊക്കെ. ഇപ്പോൾ ഒരു പബ്ലിക് ടോയ്ലറ്റിലും ഒരു ട്രെയിനിന്റെ ടോയ്ലറ്റിലും ഒരു അശ്ലീലം കാണാറില്ല. കാരണം എന്താ? അന്ന് അശ്ലീലം എഴുതി വെച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അവരെതിലാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ നല്ല സ്ഥലം വേണ്ട. മറ്റത് വലിയ കമ്പിയൊക്കെ വെച്ച് കുത്തി വരച്ച് അതൊക്കെ എഴുതി വെക്കൊക്കെ ഉണ്ട്, കരിക്കട്ടയൊക്കെ ഉണ്ടാക്കി ചോക്കൊക്കെ ഉണ്ടാക്കി എഴുതി വെക്കണം. ഇത് ചുമ്മാ ഇരുന്ന് അടിച്ചാൽ പോലെ എത്ര എണ്ണം അടിക്കാം. മറ്റത് എത്ര എണ്ണത്തിൽ എഴുതാൻ പറ്റും? കൂടി വന്ന എത്ര ടോയ്ലറ്റിൽ എഴുതി വെക്കാൻ പറ്റും? ഇത് എത്ര പേർക്ക് കൊടുക്കാം? മാത്രമല്ല ഈ സാധനം പറന്നാണ് പോകുന്നത്. അതായത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ആൽഗരിതം ഡ്രിവണാണ്, എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലും. അപ്പൊ അവർ പറയുന്നത് മാക്സിമം എൻഗേജ്മെന്റ് എന്നാണ്. ഈ ഫേസ്ബുക്ക് ഉണ്ടാക്കിയതാണ് രോഹിംഗ്യൻ കലാപം. രോഹിംഗ്യയിലെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ വന്നു. ആ ക്യാമ്പയിൻ വന്നപ്പോൾ ഫേസ്ബുക്ക് അവരുടെ ആൽഗരിതത്തിനോട് പറഞ്ഞു മാക്സിമം എൻഗേജ്മെന്റ്. ഞാൻ തങ്ങളെ പറ്റി നല്ലത് പറഞ്ഞ ഒരു 100 പേർക്ക് പോകും. ഞാൻ തങ്ങളെ പറ്റി ഇവിടെ ഒന്ന് മോശമായിട്ട് പറഞ്ഞാല അതൊരു 5 കോടി ആളുകൾക്ക് പോകും. സത്യമല്ലേ? അപ്പൊ ദുഷിപ്പാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത്.